ഒരു ഇലക്ഷനിൽ 3 കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ ആ ഇലക്ഷനിൽ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇനി അവിടെ പോളായിട്ടുള്ള വോട്ട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ മൊത്തം വോട്ടിന്റെ 5% വോട്ട്സ് ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൊത്തം വോട്ടിന്റെ 5% ഇൻവാലിഡിൽ പോയി. അതിനുശേഷം പിന്നെ പറയുന്നത് രാജു ഗോട്ട് 30% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് എന്നാണ് പറയുന്നത്. അഗെയിൻ സോ അവിടെയും നമുക്ക് ആ ഒരു വാലിഡ് വോട്ട്സിനെ കുറിച്ചല്ല പറയുന്നത്, ടോട്ടൽ വോട്ട്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എടുത്തു പോകാൻ പറ്റും. രാജുവിന് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് 30% വോട്ട്സ് ആണ് കിട്ടിയത്. ആൻഡ് രവി ഗോട്ട് 32% ഓഫ് ദ ടോട്ടൽ വോട്ട്സ്. അഗെയിൻ ടോട്ടൽ വോട്ട്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോ രവിക്ക് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് 32% വോട്ട്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു തേർഡ് പേഴ്സൺ കൂടിയുണ്ട്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അശോക് ആണ്. അശോകിന് എത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എല്ലാ വോട്ടും കൂടി ചേർത്ത് എത്ര പെർസെൻറ്റേജ് വരണം, 100% വോട്ട്സ് ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 30 + 5 35 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കത് റിമൈനിങ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 67% വോട്ട്സ് ആയിട്ടുണ്ട്. സോ ഇനി റിമൈനിങ് വോട്ട്സ് നോക്കുകയാണെങ്കിൽ 100 - 67 നമുക്കവിടെ 33% വോട്ട്സ് ആണ് ബാക്കി വരുന്നത്. സോ അതായിരിക്കും അശോകിന് കിട്ടിയേക്കുന്നത്. ഇനി ക്വസ്റ്റിനിൽ പറയുന്നത് ദ വിന്നർ ഗോട്ട് 5136 വോട്ട്സ് മോർ ദാൻ ദി പേഴ്സൺ ഹു റിസീവ്ഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് എന്നാണ് പറയുന്നത്. സോ ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടും അതിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളും തമ്മിലുള്ള വ്യത്യാസമാണ് 5136 വോട്ട്സിൻ്റെത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അശോകിനാണ്. സോ അശോക് ആയിരിക്കും വിന്നർ എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ 30% ആണ്, അതെന്ന് പറയുന്നത് രാജു ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആ വോട്ടിന്റെ ഡിഫറൻസിനെയാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള വോട്ടിന്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് 3% വോട്ടിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ആ 3%ന് കറസ്പോണ്ടിങ് ആണ് നമുക്ക് എന്ത് തന്നേക്കുന്നത് 5136 വോട്ട്സിന്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ വോട്ട്സ് ആണ്. ടോട്ടൽ വോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ വോട്ട്സ് എത്രയാണ് 100% ആണ്. സോ ഡയറക്റ്റ്ലി 100% എത്രയാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 5136 എന്ന് പറയുന്നതാണ് 3%. സോ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 1% എത്രയാണെന്ന് കിട്ടും. നമുക്ക് വേണ്ടി ടോട്ടൽ ആണ്. സോ 100 × 100 ചെയ്യുമ്പോൾ നമുക്ക് 100% എത്രയാണെന്ന് കിട്ടും. സോ നമ്മൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 121 എന്ന് പറയുമ്പോൾ 7, ദെൻ 3 എന്ന് പറയുമ്പോൾ 1. സോ 171 വരുന്നതായിരിക്കും ആൻസർ. സോ ഓപ്ഷൻ എയോ സിയോ ആണ് നമ്മുടെ ആൻസർ. ദെൻ റിമൈനിങ് മുമ്പിലോട്ട് കൂടി പോവുകയാണെങ്കിൽ പിന്നെ 6ൽ 3 2 ടൈംസ് പോകും. സോ നമുക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് 1712. അപ്പം നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് അഗെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2 0 കൂടി ഇവിടെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1712 ലാസ്റ്റ് 00 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ഓപ്ഷൻ സി നമ്മുടെ റോങ് ആൻസർ ആണ്. ബാക്കി രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഓൾറെഡി എലിമിനേറ്റ് ആയി നമ്മൾ ചെയ്ത് വന്നപ്പോൾ തന്നെ.